ബോസ് വിന്നറായ അനുമോൾ ബിഗ് ബോസ് കഴിഞ്ഞ് ഇവന്റുകളും അതുപോലെ തന്നെ ഇനാഗുറേഷൻസുമായി തിരക്കിലാണ്. ഇപ്പോഴിതാ മലപ്പുറത്തെ ഇനാഗുറേഷന് വേണ്ടി എത്തിയ അനുമോളോട് അനീഷിനെ പറ്റി ചോദിക്കുകയാണ്. ഏത് ഇവന്റിന് പോയാലും ഇനാഗുറേഷന് പോയാലും അനീഷിനെ പറ്റിയുള്ള ഒരു ചോദ്യം മസ്റ്റ് തന്നെയാണ്. അനുമോൾ ആങ്കറിനോട് പറഞ്ഞത്, നീ ഇത് മനഃപൂർവ്വം ചോദിച്ചതല്ലേ, നീ മീഡിയയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്തതല്ലേ എന്നാണ്. കൂടാതെ അതിനുള്ള ക്ലാരിഫിക്കേഷനും അനുമോൾ നൽകുന്നുണ്ട്. ഞാനും അനീഷ് ചേട്ടനും ബിഗ് ബോസിനുള്ളിൽ വെച്ച് വളരെ നല്ല ഫ്രണ്ട്സ്. ഹൗസ് ഒരു പ്രഷർ കുക്കർ പോലെയാണ്. അവിടെ നമ്മൾക്ക് ചിലരോട് സ്നേഹം പോലെ ഞാനും അനീഷ് ചേട്ടനും നല്ല ഫ്രണ്ട്സ് തന്നെയായിരുന്നു. സ്റ്റാർ മാജിക്കിലെ എന്നെയും തങ്കച്ചൻ ചേട്ടനെ അറിയില്ലേ, ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് അല്ലായിരുന്നോ? അതുപോലെ തന്നെയാണ് ഇത്. ഒരാൾക്ക് ഇഷ്ടം തോന്നിയാൽ അയാള് ഇഷ്ടമാണോ എന്നല്ലേ ആദ്യം ചോദിക്കുക. ആരെങ്കിലും ആദ്യമേ വന്ന് വിവാഹം ചെയ്താലോ എന്ന് ചോദിക്കുമോ? നമുക്ക് കുറച്ച് സമയമൊക്കെ വേണ്ടേ ഇതിനെപ്പറ്റി ചിന്തിക്കാനും പറയാനും വീട്ടുകാരോടൊക്കെ പറയണ്ടേ? നമ്മൾ ഒറ്റയ്ക്കെടുക്കുന്ന തീരുമാനമൊന്നും അല്ലല്ലോ വിവാഹമൊക്കെ. അതുകൊണ്ട് തന്നെ എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അനീഷ് ചേട്ടനോട് തുറന്നു പറഞ്ഞതുമാണ്. പിന്നെ അതൊക്കെ ആ ഒരു സ്പിരിറ്റിൽ അങ്ങ് പോയി. തമാശയ്ക്കായിരിക്കാം പറഞ്ഞത് എന്ന് ഞാൻ കരുതുന്നു. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് അനീഷ് ചേട്ടൻ തന്നെ എന്നോട് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്, നീ എന്റെ കുഞ്ഞനുജത്തിയാണ് എന്ന്. ആ പുള്ളി ഇങ്ങനെ എന്നോട് പറയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. പിന്നെ ഇതൊക്കെ ഒരു ഫണ്ടിന്റെ പേരിൽ ചെയ്തത് മാത്രമാണ്. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും നല്ല ഫ്രണ്ട്സ് തന്നെയാണ്. പിന്നെ ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകില്ല. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോയാൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാകുള്ളൂ. ബിഗ് ബോസ് ഹൗസ് ഒരു പ്രഷർ കുക്കർ തന്നെയാണ്, എപ്പോ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. എനിക്ക് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ സീസണിലല്ല, അടുത്ത സീസണിൽ പോകണമെന്നായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ച് ഈ സീസണിൽ എനിക്ക് പോകുവാൻ കഴിഞ്ഞു. ബോസിൽ പോയതിൽ ഞാൻ വളരെ സന്തോഷവതിയാണെന്നും അനുമോൾ പറയുന്നു.